അൽ ഖലീൽ എന്ന് പറയുന്ന സ്ഥലത്ത് റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചത് സല്ലി ഹാജതക് എന്നൊരു അറാബിയോട് തങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് ഒട്ടകവും ആടുകളും മതി എന്ന് പറയാൻ മാത്രം ഇദ്ദേഹം എന്തേ വളരെ നിലവാരം താഴ്ന്ന് ചിന്തിച്ചു പോയത്? ഇസ്രായേലിലെ ആ പെണ്ണ് ആ ഉമ്മ മൂസ നബിയോട് ചോദിച്ച പോലെ, നബിയെ എനിക്ക് അള്ളാഹുവിന്റെ സ്വർഗം വേണമെന്ന് ചോദിച്ചുകൂടായിരുന്നോ? എന്തേ അദ്ദേഹത്തിന് ഹബീബായ നബി തങ്ങൾക്ക് അള്ളാഹു അതിന്റെ ഒരു അധികാരം കൊടുത്തിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് നാവുകൊണ്ട് ആരെങ്കിലും സ്വർഗത്തിലാണെന്ന് പറഞ്ഞാൽ അവർ സ്വർഗത്തിലാണ്. പുണ്യ നബി തങ്ങൾ മുശർരിആൻ, ശരീഅത്ത് നടപ്പാക്കുകയും ശരീഅത്ത് നിർമ്മിക്കുകയും ചെയ്യാനുള്ള അധികാരം അള്ളാഹു ഹബീബിന് കൊടുത്തിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വുളു എടുക്കാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോൾ നബി തങ്ങളുടെ വുളു എടുക്കാനുള്ള വെള്ളം, ആ വുളുവുമായി കടന്നു വന്ന റബീഅത്ത് ഇബ്നു കഅബ് അൽ-അസ്ലമി റളിയല്ലാഹു അൻഹുവിനോട് തങ്ങൾ ചോദിച്ചു, സല്ലി യാ റബീഅ ഹാജതക്, സല്ലി ഹാജതക യാ റബീഅ, റബീഅ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചോളൂ എന്ന് മഹാനായ ഹബീബിന്റെ സ്വഹാബിയും ഖാദിമുമായ റബീഅത്ത് ഇബ്നു കഅബ് അൽ-അസ്ലമി തങ്ങളോട് ചോദിച്ചപ്പോൾ മഹാൻ പറഞ്ഞ ഒരു മറുപടിയുണ്ട്. അത് ആ അജൂസ് ബനി ഇസ്രായേൽ പറഞ്ഞ മറുപടിയാണ്. അസ്അലുക മുറാഫഖതക ഫിൽ ജന്നah, നബിയേ അങ്ങയുടെ കൂടെ നാളെ സ്വർഗ്ഗത്തിലാവാൻ ഞാൻ ആഗ്രഹിക്കുന്നു നബിയേ. അല്ലാഹു നമുക്കും ആ സുഹബത്ത് നൽകട്ടെ, ഹബീബായ തങ്ങളുടെ മഅയ്യത്ത് അല്ലാഹു നൽകട്ടെ. പുണ്യ നബി തങ്ങളോടുള്ള സ്നേഹം കൊണ്ട് നമുക്ക് ലഭിക്കേണ്ടതും അല്ലാഹു നൽകുന്നതും ഈ ഒരു വലിയ പ്രതിഫലമാണ്, സ്വർഗമാണ്. പുണ്യ ഹബീബിന്റെ കൂടെ ജീവിച്ചവർക്ക് മുഴുവൻ അതിന് സാധ്യമായെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഇജ്മാഅ് എന്ന് പറയില്ല, എന്നാലും ഓരോ സ്വഹാബിയും സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞ ആലിമീങ്ങളുണ്ട്. ഓരോ സ്വഹാബിയും സ്വർഗത്തിലാണ്. ഇബ്നു ഖുസൈമ തങ്ങളുടെ അഭിപ്രായം അതാണ്. പക്ഷേ ചില ഇമാമിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. തങ്ങൾ ജസ്മ് ചെയ്ത് പറഞ്ഞവരെ നമുക്കത് പറയാൻ കഴിയൂ എന്നൊക്കെ പറഞ്ഞവരുണ്ട്. അല്ലാഹു അലം. പക്ഷേ അവർ രക്ഷപ്പെട്ടവരാണ്. റളിയല്ലാഹു അൻഹും വറദു അൻഹു, അവർ അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടവരാണ്, അല്ലാഹു അവരെയും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതൊരു മഹത്വമാണ്. അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നതും നമ്മൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നതും രണ്ടിലും വ്യത്യാസമുണ്ട്. ഇത് രണ്ടും കൂടെ ലഭിക്കുക എന്നത് ഒരു മുഅ്മിന് ലഭിക്കുന്ന ദാലികൽ ഫൗസുൽ അദീം, ഏറ്റവും വലിയ പ്രതിഫലം. വറിദ്വാനും മിനല്ലാഹി അക്ബർ, അല്ലാഹു തൃപ്തിപ്പെടുക എന്നതാണ്. പുണ്യ നബി തങ്ങൾ നമ്മളെ തൃപ്തിപ്പെടുക എന്നതാണ്. അല്ലാഹു അങ്ങനെ റബ്ബിന്റെ മഹബ്ബത്തും റിദ്വാനും നാളെ സ്വർഗവും ലഭിക്കാൻ കാരണമാകുന്ന ഒരു വലിയ അമലായി അള്ളാഹു നമ്മുടെ ഈ സദസ്സും ഇന്ന് നടക്കുന്ന ഈ പരിപാടികളൊക്കെ അള്ളാഹു സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ. ആമീൻ. പുണ്യ നബി തങ്ങളുടെ മദ്ഹും അവിടുത്തെ മഹബ്ബത്തും ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ബഷീർ ഫൈസി ദേശമംഗലം അവറുകളുടെ ഈ ഒരു ദഅവത്ത് അണമുറിയാതെ തുടരട്ടെ എന്ന് പ്രത്യേകമായി ദുആ ചെയ്യുന്നു. അള്ളാഹു അവർക്ക് നമുക്കെല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും അള്ളാഹു നൽകട്ടെ. അസ്അലുക മുറാഫഖതക ഫിൽ ജന്നah, പുണ്യ നബിയെ അങ്ങയുടെ കൂടെ നാളെ സ്വർഗത്തിലിരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് നബിയെ. അവഗൈറ ദാലിക യാ റബീഅ, തങ്ങൾ ചോദിച്ചു റബീഅ വേറെന്തെങ്കിലും വേണോ? അപ്പൊ സ്വഹാബിമാർ പറയുന്നുണ്ട്, തങ്ങളെ കാണുമ്പോൾ നബി എനിക്ക് തുണി വേണം, എനിക്ക് പുതപ്പ് വേണം നബിയെ, എനിക്ക് ഒട്ടകം വേണം, ഭക്ഷണം വേണം എന്ന് ചോദിച്ചിരുന്ന കാലമായിരുന്നു അത്. അതൊക്കെ റബീഅ തങ്ങൾക്ക് ആവശ്യമുണ്ട്. അദ്ദേഹം ഒരു പാവമായ സ്വഹാബിയാണ്. പക്ഷേ മഹാൻ ചോദിക്കാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു ചോദ്യം അത് അദ്ദേഹത്തിന്റെ ഹിക്മത്താണ്, അള്ളാഹു നൽകിയ വലിയൊരു അറിവാണ്. അസ്അലുക മുറാഫഖതക ഫിൽ ജന്നah. ആ ഒരു ചോദ്യത്തിന് അവിടെ ഉത്തരമുണ്ട്. ഹബീബേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങയുടെ കൂടെ എനിക്ക് സ്വർഗത്തിൽ കിടക്കണം. സ്വർഗത്തിൽ കിടക്കുക മാത്രമല്ല, അത് അങ്ങയുടെ കൂടെയായിരിക്കണം. ومن يطع الله والرسول فأولئك
مع الذين أنعم الله عليهم فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. ثوبان رضي الله عنه: ما بك يا ثوبان أبك من مرض. സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും ഈ സംഭവം ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഥൗബാനെ, നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? എന്തേ നിങ്ങളുടെ തൊലി നിറം മഞ്ഞയായിരിക്കുന്നു, വല്ലാതെ മെലിഞ്ഞിരിക്കുന്നു എന്ന് ഹബീബിന്റെ സ്വഹാബിയോട്, ഥൗബാൻ റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ നബി തങ്ങൾ ചോദിച്ച നേരം, ശാരീരികമായ അസുഖങ്ങളൊന്നുമില്ല നബിയേ, പക്ഷേ എൻ്റെ മനസ്സുകൊണ്ട് എനിക്ക് എന്തോ ഒരു വേദന തോന്നിത്തുടങ്ങുന്നു. അങ്ങയെ കാണാൻ ആഗ്രഹമുള്ള മുഴുസമയവും മസ്ജിദുൻ നബവിയിലോ ഖുബായിലോ ഞാൻ അങ്ങയെ കണ്ടുമുട്ടാറുണ്ട് നബിയെ. കണ്ണിറയെ അങ്ങയെ ഞാൻ നോക്കി കാണാറുണ്ട്. എൻ്റെ വീട്ടിലെത്തി മക്കളുടെ കൂടെ ഇരിക്കുമ്പോഴും എനിക്ക് അങ്ങയെ കാണണമെന്ന് തോന്നുമ്പോൾ മക്കളെ താഴെ വെച്ച് ഞാൻ അങ്ങയുടെ മസ്ജിദിലേക്ക് ഓടി വരാറുണ്ട് നബിയെ. അതങ്ങേക്കറിയുമല്ലോ. ഞാൻ ഓർത്തുപോവുകയാണ്, ഇദാ മിത്ത വമിത്തു, നബിയെ അങ്ങ് വഫാത്താവുകയും ഞാനും വഫാത്താവുകയും ചെയ്താൽ, ഞാൻ സ്വർഗത്തിൽ കടന്നില്ല എങ്കിൽ അങ്ങയെ ഒരിക്കലും എനിക്ക് കാണുക സാധ്യമല്ലെന്നറിയാം. എങ്ങാനും സ്വർഗത്തിൽ ആണെങ്കിൽ തന്നെ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നവരെ അള്ളാഹു സ്വർഗത്തിന്റെ ഉന്നതങ്ങളിൽ കൊണ്ടുപോയി അള്ളാഹു പാർപ്പിക്കുമല്ലോ. മഖാമും മഹ്മൂദിലേക്ക് അള്ളാഹു അങ്ങയെ ഉയർത്തുമല്ലോ നബിയേ. സ്വർഗത്തിന്റെ താഴെ തട്ടിലെങ്ങാനും കിടക്കുന്ന ഥൗബാനിന് അങ്ങയെ വന്ന് കാണാൻ നാളെ സ്വർഗത്തിൽ സാധിക്കില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് വേദന കൊണ്ട് മെലിയുകയാണ് നബിയെ ഞാനെന്ന് മറുപടി കൊടുത്ത സ്വഹാബിക്ക് ശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസായിലെ ഒരു ആയത്താണ് മറുപടിയായി ഇറക്കിയത്. ആ ആയത്താണിത്. അങ്ങയെ നാളെ സ്വർഗത്തിൽ താഴെയുള്ളവർക്ക് മേലെ പോകാൻ കഴിയില്ല എന്നല്ലേ, മേലെയുള്ളവർക്ക് താഴെ വരാം. ഹബീബായ നബിയെ, അങ്ങ് സയ്യിദുൽ മുർസലീൻ, മുർസലീങ്ങളുടെ നേതാവാണ്. അഷ്റഫുൽ ഖൽഖി അജ്മഈൻ, അല്ലാഹുവിന്റെ സർവ്വ സൃഷ്ടികളെക്കാളും അങ്ങ് ഏറ്റവും ഉന്നതരുമാണല്ലോ. അങ്ങിരിക്കുന്നിടത്തേക്ക് ഥൗബാനിന് എത്താൻ കഴിയില്ലെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ഹബീബേ, ഇന്ന് ഞാൻ അങ്ങയെ ഓടി വന്ന് കാണുന്ന പോലെ നാളെ സ്വർഗലോകത്ത് അങ്ങയുടെ ദർശനം എനിക്ക് സാധ്യമാവില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിന് വേദനയുണ്ട് എന്ന് പറഞ്ഞ സ്വഹാബിയുടെ സ്നേഹത്തിന് മറുപടി പറയാൻ അള്ളാഹുവിൻ്റെ വഹി വേണ്ടി വന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين. അള്ളാഹുവിനെയും റസൂലിനെയും നെഞ്ചിലേക്ക് ഏറ്റെടുക്കുകയും ആ സ്നേഹത്തിൽ നിന്ന് അള്ളാഹുവിനോടും റസൂലിനോടും അനുസരണ കാണിക്കുകയും ചെയ്തവർ അവരൊരിക്കലും താഴെയല്ല. അവരംബിയാഇന്റെ കൂടെയാണ്, പ്രവാചകരുടെ കൂടെയാണ്. അവർക്ക് നാളെ അള്ളാഹുവിന്റെ ഹബീബിനെ കാണാൻ കഴിയുക തന്നെ ചെയ്യും. അവരംബിയാഇന്റെയും ശുഹദാഇന്റെയും സിദ്ദീഖീങ്ങളുടെയും സ്വാലിഹീങ്ങളുടെയും കൂടെയാണ്.
فأولئك مع الذين أنعم الله عليهم അല്ലാഹു അനുഗ്രഹം ചെയ്തവരുടെ കൂടെ കഴിയാൻ അല്ലാഹു അവർക്ക് ഭാഗ്യം നൽകും. അവർ താഴെയല്ല, അവർ മീതെ തന്നെയാണ്. വഹസുന ഉലൈക റഫീഖാ, അരികത്തിരിക്കാനും കൂടെ ഇരിക്കാനും സ്വാലിഹീങ്ങളും ശുഹദാക്കളും സിദ്ദീഖീങ്ങളും അമ്പിയാക്കളും കഴിച്ച് ആരാണ് വേറെയുള്ളത്? ഏറ്റവും നല്ല കൂട്ടുകാർ അവരല്ലയോ? അവരുടെ കൂടെ തൗബാനെ നിങ്ങളും ഉണ്ടാകുമെന്ന് ഹബീബായ നബി തങ്ങൾ മറുപടി പറഞ്ഞത് നിഷ്കളങ്കമായ ഹബീബിനോടുള്ള ആദരവിന്റെയും സ്നേഹത്തിന്റെയും അനുരാഗത്തിന്റെയും തങ്ങളോട് എന്തെന്നില്ലാതെ തോന്നിയ ഊഷ്മളമായ സ്നേഹത്തിനും അള്ളാഹു നൽകുന്ന മറുപടിയാണത്. അള്ളാഹു അംബിയാഇന്റെ സുഹബത്തും നാളെ ഹബീബിന്റെ മഅയ്യത്തും അള്ളാഹുവേ അൻത മഅ മൻ അഹ്ബബ്ത എന്ന് അവിടുത്തെ ഹബീബ് പറഞ്ഞതനുസരിച്ച് റബ്ബേ ഫഇന്നാ നുഷ്ഹിദുക വനുഷ്ഹിദു ഹമലത അർശിക വമലായികതക വജമീഅ ഖൽഖിക أننا نحبك ونحب رسولك وصحبه وأهل بيته. അല്ലാഹുവേ നിന്റെ ഹബീബിനെയും അവിടുത്തെ അഹ്ലു ബൈത്തിനെയും അസ്ഹാബിനെയും അസ്വാജിനെയും മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്നവരാണ് റബ്ബേ ഞങ്ങൾക്കും നിങ്ങൾ ആരെ സ്നേഹിച്ചിട്ടുണ്ടോ അവരുടെ കൂടെയാണ് എന്ന ഹബീബിന്റെ വചനത്തിന് അന്വർത്ഥമാക്കും വിധം നാളെ സ്വർഗ്ഗലോകത്ത് അല്ലാഹുവേ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഹബീബിന്റെ മുഹിബ്ബീങ്ങളായ സഹോദര സഹോദരിമാർ, പ്രായമുള്ളവർ, ഉപ്പമാർ, ഉമ്മമാർ, പണ്ഡിതന്മാർ, സാധാരണക്കാർ, അല്ലാഹുവേ വിദ്യാർത്ഥിനികൾ, ഞങ്ങളെല്ലാവർക്കും പ്രത്യേകിച്ച് ഈ പരിപാടിക്ക് നേതൃത്വം നൽകുന്ന ബഷീർ ഫൈസി, അല്ലാഹുവേ ഞങ്ങൾ ഓരോരുത്തരുമായി ബന്ധപ്പെട്ട മുഅ്മിനാത്തുകൾക്ക് നിന്റെ സ്വർഗത്തിൽ ഒരിടം നൽകണേ അല്ലാഹ്. മരണപ്പെട്ടവർക്ക് നൽകണേ റബ്ബേ, ദീനിന്റെ ഖാദിമീങ്ങൾക്ക് നൽകണേ റബ്ബേ. ബഹുമാനപ്പെട്ട സമസ്തകളെ ജമിയത്തുൽ ഉലമയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത മഹല്ലുകളിൽ മദ്രസകളും പള്ളികളും ദീനീ സ്ഥാപനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന മഹല്ലുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഉമറാക്കളുണ്ട് റബ്ബേ. അല്ലാഹുവേ അനുഗ്രഹിക്കണമേ. അവഗൈറ ദാലിക യാ റബീഅ, വുദൂഇന്റെ വെള്ളം കൊണ്ടുകൊടുത്ത റബീഅ തങ്ങളോട് തങ്ങളെന്ന് ചോദിച്ചിട്ടുണ്ട്. റബീഅ, സ്വർഗത്തിൽ എന്റെ കൂടെ എന്നതിന് പകരം വേറെന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ലാ യാ റസൂലല്ലാഹ്, ഇല്ല നബിയേ, എനിക്ക് അത് മതി. അതിനാണ് ഹബീബായ തങ്ങൾ മറുപടി കൊടുത്തത്, യാ റബീഅ അഇന്നി അലാ ദാലിക ബികഥറത്തി സുജൂദ് ഫഅഇന്നി അലാ ദാലിക ബികഥറത്തി സുജൂദ്. സ്വർഗത്തിൽ എന്റെ കൂടെ ഒരു ഇടം ഞാൻ അങ്ങേക്ക് തരാം, ഒരു ചെറിയ കാര്യം നിങ്ങൾ എന്നെ സഹായിക്കണം. ഫഅഇന്നി അലാ ദാലിക ബികഥറത്തി സുജൂദ്, നെറ്റിത്തടം മുസല്ലയിൽ വെച്ച് അല്ലാഹുവിന് ചെയ്യുന്ന സുജൂദ്, സുന്നത്തായ നിസ്കാരങ്ങൾ ധാരാളം വർദ്ധിപ്പിക്കണമേ റബീഅ. നിങ്ങളുടെ ഈ ഉദ്ദേശം സാധ്യമാകാൻ അത് വളരെ അനുയുക്തമാണ്, നിങ്ങൾക്കത് എളുപ്പമാക്കി തരും. അതുകൊണ്ട് സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കണമേ എന്ന് റബീഅ തങ്ങളോട് പറയുന്ന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങൾ ഹബീബായ നബി തങ്ങളെ കാണുന്നത് അങ്ങനെയാണ്. ഭാരങ്ങൾ ഇറക്കി വെക്കാനുള്ളവർ, സങ്കടങ്ങൾ ബോധിപ്പിക്കാനുള്ളവർ, ശിഖവയും ശിഖായത്തും ബോധിപ്പിക്കാനുള്ളവർ ഹബീബായ തങ്ങളോടല്ലാതെ സ്വഹാബികൾക്ക്, മുഅ്മിനീങ്ങൾക്ക് ആരോടാണ് ഈ ഭാരം ഇറക്കി വെക്കാൻ കഴിയുന്നത്? ഉമ്മത്തിന്റെ ഷഫീഅല്ലയോ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ മഹ്ശറയിൽ വിചാരണയ്ക്ക് വേണ്ടി ഹബീബ അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണയ്ക്ക് നിർത്തുമ്പോൾ പുണ്യ നബിയെ തവസ്സുൽ ചെയ്യാൻ സർവ്വ മുഅ്മിനും നിർബന്ധിതനാണ്. ദുനിയാവിൽ പോലും ഹബീബിനെ തവസ്സുൽ ചെയ്തിട്ടില്ലാത്തവർ ഹബീബായ നബി തങ്ങളെ ഇടതേടി അല്ലാഹുവിനോട് ചോദിക്കേണ്ടി വരും. ഹബീബിനോട്, പുണ്യ നബി തങ്ങളോട് ശിക്കായത്ത് പറയേണ്ടി വരും. ഹബീബേ, അല്ലാഹുവിനോട് പറയണേ ഒന്ന് വിചാരണ തുടങ്ങാൻ. ഹബീബേ, അല്ലാഹുവിനോട് പറയണേ വിചാരണ തുടങ്ങാൻ. എല്ലാ മുഅ്മിനീങ്ങളും അമ്പിയാക്കളുടെ പിന്നാലെ ഓടുന്ന ദിവസമാണത്. ഒന്ന് റബ്ബിനോട് പറയണേ എന്ന് ഹബീബിനോട് ഇടതേടേണ്ട ഒരവസ്ഥയിലേക്ക്
ദുനിയാവിൽ ഇടതേടാത്തവർ പോലും എത്തിപ്പെടും നാളെ. ഹബീബായ നബി തങ്ങളാണ് ശാഫിഉൽ മുശഫ്ഫഅ, ഞാൻ ശുപാർശ ചെയ്യുന്നവരാണ്, എൻ്റെ ശുപാർശ അല്ലാഹു സ്വീകരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫയഹ്മിദുല്ലാഹ ബിമഹാമിദ, ഒരിക്കലും ഒരു പ്രവാചകനും അല്ലാഹു അറിയിച്ചു കൊടുത്തിട്ടില്ലാത്ത ഹംദുകൾ അല്ലാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടാണ് സുജൂദിൽ വീഴുന്നത്. യാ മുഹമ്മദു ഇർഫഅ റഅസക സൽ തുഅത വശ്ഫഅ തുശഫഅ എന്ന് ആരോടാണോ പറയപ്പെടുന്നത്, നബിയേ തല ഉയർത്തുക, ചോദിച്ചോളൂ അങ്ങേക്ക് നൽകപ്പെടും. ആർക്ക് വേണ്ടിയാണോ ശുപാർശ പറയേണ്ടത് അങ്ങ് പറഞ്ഞോളൂ, ആ ശുപാർശ ഇവിടെ സ്വീകരിക്കപ്പെടുമെന്ന് ആരോട് പറയപ്പെടുമോ ആ ഹബീബാണ് നമ്മുടെ യജമാനരും സയ്യിദുമായ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. فاق النبيين في خلق وفي خلق ولم يدانوه في علم ولا كرم صلى الله عليك يا سيدي يا رسول الله. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഭാവ ഗുണങ്ങൾ, അവിടുത്തെ ശാരീരിക വർണ്ണനകൾ, ഷമായിൽ, പുണ്യനിബിതങ്ങളുടെ ഈ ഉമ്മത്തിനോടുള്ള റഹ്മത്ത്, ഹബീബിൻ നമ്മളോട് കാണിച്ച ഷഫഖത്ത്, ഇതിനൊക്കെ പകരം എന്താ നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയുക? നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് പോലും സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന സ്വലാത്ത് പോലും പുണ്യനബിയോട് ഈ ഉമ്മത്ത് കടപ്പെട്ടിരിക്കുന്ന ശുക്ർ കൊടുക്കൽ മാത്രമാണ്. നമ്മുടെ പ്രാർത്ഥനയല്ല, പ്രാർത്ഥനയാണ്, അതിൻ്റെ സ്വീക പ്രാർത്ഥനയാണ്. പക്ഷേ അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് പ്രാർത്ഥനയല്ല. എന്തേ? നമ്മുടെ ശുപാർശയൊന്നും വേണ്ട, പുണ്യനബിക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യാൻ, നമുക്ക് ഹബീബുമായി ബന്ധിക്കാനുള്ള ഒരു പാലം പണിഞ്ഞതാണ് ഹബീബിൻ്റെ മേൽ സ്വലാത്ത് ചെല്ലുന്നത്. പുണ്യനബി തങ്ങളെ മനസ്സുകൊണ്ട് ഹബീബിൻ്റെക്ക് പുണ്യനിബിതങ്ങളിലേക്ക് മനസ്സുകൊണ്ട് ചേർന്ന് നിൽക്കുന്നത്. അള്ളാഹു നമ്മുടെ കൽബുകളെ ആ ഒരു ആത്മീയ ബാന്ധവത്തിലായി അള്ളാഹു സംരക്ഷണം നൽകി നിർത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങൾ തമ്മിൽ റൂഹാനിയായൊരു ബന്ധമുണ്ട്, ആത്മാക്കൾ തമ്മിലുള്ള ബന്ധമുണ്ട്. ആ ബന്ധം നമ്മുടെ നാടോ ജില്ലയോ സംസ്ഥാനമോ ഭാഷയോ ഒരുപക്ഷെ ആശയ വ്യത്യാസങ്ങളോ മറികടന്നുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനൊരു ഈമാനിക ബന്ധമുണ്ട് മുഅ്മിനീങ്ങൾക്ക്. അത് ജീവിച്ചിരിക്കുന്നതിനേക്കാളും വലിയ ബന്ധമാണ് മരിച്ചവരുമായിട്ട്. മരിച്ചവരുടെ ലോകം റൂഹ് സ്വതന്ത്രമാകുന്ന ഒരു ലോകമാണ്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന്റെ റൂഹും തമ്മിലുള്ള ബന്ധത്തിന് ദൂരം കുറയും. ജീവിച്ചിരിക്കുന്ന ഒരാളെ നമ്മൾ ചെന്ന് കാണണം, സമയമെടുക്കും. നമ്മുടെ ശരീരത്തിനകത്ത് റൂഹ് കിടക്കുന്നത് കൊണ്ട് റൂഹിന് നിയന്ത്രണങ്ങളുണ്ട്. നമ്മൾ അകലുമ്പോൾ വിചാരിക്കും നമ്മൾ അകന്നു എന്ന്. സത്യത്തിൽ ആത്മാവുകൾക്ക് അകൽച്ചയില്ല. നമ്മൾ ജീവിച്ചിരിക്കുന്നവരെ സന്ദർശിക്കുകയാണെങ്കിലും മരിച്ചു കിടക്കുന്ന മഹാന്മാരെ പോയി സന്ദർശിക്കുകയാണെങ്കിലും ആ ബന്ധങ്ങളൊക്കെ ഈമാനിന്റെ ഉറവിടമായ മുത്തുനിബിതങ്ങളോടുള്ള ബന്ധമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ റൂഹുമായി നമുക്ക് ബന്ധിക്കാൻ സാധിക്കുന്ന ബന്ധം അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. ഓരോ സ്വലാത്തും ആ ബന്ധത്തെ ഏറ്റവും കനപ്പെട്ട ബന്ധമാക്കി മാറ്റുകയാണ് വേണ്ടത്. ആ സ്വലാത്തുകൾ പുണ്യനബി തങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞത്, എൻ്റെ അടുത്ത് നാളെ സ്വർഗലോകത്തടുത്തിരിക്കാൻ ഭാഗ്യമുള്ളവർ അക്തറുക്കും അലയ്യ സ്വലാത്ത, നിങ്ങളിൽ ആരാണോ എൻ്റെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലുന്നത് അവരാണ് എന്ന് പറയുമ്പോൾ ആ സ്നേഹബന്ധം നമുക്ക് ഹബീബിനെ കാണാൻ കഴിഞ്ഞില്ല. ഹബീബിൻ്റെ ഒരു സദസ്സിൽ പോയിരുന്ന് ഹബീബിനെ നേരിട്ട് കേൾക്കാൻ പറ്റിയിട്ടില്ല. പുണ്യനബി തങ്ങളെ ഒന്ന് കൈപിടിക്കാൻ പറ്റിയിട്ടില്ല. അവിടുത്തെ ഒന്ന് കണ്ണു നിറയാനായിട്ടില്ല. പക്ഷേ ഈ സ്വലാത്തിന്റെ ബന്ധം കൊണ്ട് മുഅ്മിനീങ്ങളെ ഹബീബുമായി അല്ലാഹ് മുഹമ്മദ്, ഞാൻ നബിയായി വരുന്നതിന്റെ മുമ്പ് മക്കയിലൂടെ നടന്നു പോകുമ്പോ, പാറക്കല്ലുകളുള്ള മലയിലൂടെ നടന്നു പോകുമ്പോ, പാറക്കല്ലുകളുള്ള മലകളുള്ള മക്കയിൽ ഒരു വലിയ പാറക്കഷ്ണം എനിക്ക് കണ്ടാൽ അറിയും, അലിയേ
കാനത് തുസല്ലിമു അലയ്യ, അതെന്നോട് പറയുമായിരുന്നു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലായവരെ അങ്ങേക്ക് അല്ലാഹുവിൻ്റെ രക്ഷയുണ്ടാകട്ടെ എന്ന് റസൂലാകുന്നതിൻ്റെ മുമ്പ് യാ റസൂലല്ലാ എന്നൊരു ശബ്ദം ഒരു പാറക്കഷ്ണത്തിൽ നിന്ന് ഞാൻ കേൾക്കുമായിരുന്നു. അലിയേ, നിങ്ങൾ എൻ്റെ കൂടെ വരുമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാമായിരുന്നു എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ആ ഒരു കല്ലിൻ കഷ്ണം ഹബീബിനോട് കാണിക്കുന്ന അനുരാഗം നോക്കൂ. വിശുദ്ധമായ ജബൽ ഉഹദ്, ഹാദിഹി ത്വാബതു വഹാദാ ജബലു യുഹിബ്ബുനാ വനുഹിബ്ബുഹു. മദീനയെ നോക്കി തങ്ങൾ പറയുമായിരുന്നു, ഇത് ത്വയ്ബയാണ്, ഇത് ത്വാബയാണ്. മദീനക്ക് ത്വാബ എന്ന പേരുണ്ട്, ത്വയ്ബ എന്നും പേരുണ്ട്. ഇത് ത്വാബയാണ്. വഹാദാ ജബലുൻ യുഹിബ്ബുനാ വനുഹിബ്ബുഹു. ഈ പർവ്വതം ഉഹദ് നമ്മളെ സ്നേഹിക്കുന്ന മലയാണ്. ഈ മലയോട് നമുക്കും സ്നേഹമുണ്ട് എന്ന് ഒരു പർവ്വതത്തോട് നോക്കി മദീനയിൽ കിടക്കുന്ന ജബൽ ഉഹദിലേക്ക് നോക്കി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ലയോ, ആ മലയുടെ മുകളിൽ ഹബീബാ നബി തങ്ങളും സിദ്ദീഖ് എന്നവരും ഉമർ എന്നവരും ഉസ്മാൻ എന്നവരും 4 പേര് ജബൽ ഉഹദിന്റെ മുകളിലൂടെ നടക്കുമ്പോൾ ഇർതജഫത്, ഉഹദ് മല ഒന്ന് വിറങ്ങലിച്ചിട്ടുണ്ട്. ഒരൽപ്പം ആനന്ദം കൊണ്ട് വിറച്ചു പോയിട്ടുണ്ട്, സന്തോഷം കൊണ്ട് വിറച്ചു എന്നാ പറയാ. ആ സമയത്ത് പുണ്യനബി തങ്ങൾ കാലുകൊണ്ട് ചവിട്ടിയില്ലയോ, ഉസ്ബുത് യാ ഉഹദ്, ഉഹദേ അനങ്ങാതിരിക്കൂ, ഫഇന്നമാ അലൈക നബിയ്യുൻ വസിദ്ദീഖുൻ വശഹീദാൻ. ഉഹദേ, നിന്റെ മീതെ കയറി നിൽക്കുന്നത് നബിയാണ്, സിദ്ദീഖ് എന്നവരാണ്, 2 ശുഹദാക്കളുമാണ്. ആരാ 2 ശുഹദാക്കൾ? ഉമർ എന്നവരും ഉസ്മാൻ എന്നവരും. നടക്കാൻ പോകുന്ന സംഭവം പുണ്യനബി തങ്ങൾ കാലത്തെ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉഹദ് ഇങ്ങനെ വിറങ്ങലിച്ചത് ലിമഹബ്ബത്തിൻ നബി, പുണ്യനബി തങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് എന്ന് ഹദീസ് പണ്ഡിതന്മാർ. ഇത് മഹബ്ബത്താണ്. 5 നേരം നിസ്കരിക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, നോമ്പ് നോൽക്കുന്നു, ഹജ്ജ് ചെയ്യുന്നു, എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ മഹബ്ബത്ത് കൂടെയില്ലെങ്കിൽ ആ മനുഷ്യൻ റഅഫത്തില്ലാതെ, ആർദ്രതയില്ലാതെ വരണ്ട ഒരു മനസ്സിന്റെ ഉടമയായി മാറുകയാണ്. സ്നേഹത്തോടുകൂടെ ഇതൊക്കെ ചെയ്യുന്നവർ മഹബ്ബത്തൻ ലില്ലാ. നിസ്കരിക്കുന്നവരെ സംബന്ധിച്ച് മഹാന്മാർ പറഞ്ഞു 4 തരത്തിൽ നിസ്കാരക്കാരുണ്ട്. ഒന്ന്, വുളൂവും നിസ്കാരത്തിന്റെ ഷർത്തുകളും ഫർളുകളും റുക്നുകളും സുന്നത്തുകളും ഒക്കെ കറക്റ്റ് ചെയ്യാതെ മനസ്സുകൊണ്ട് അല്ലാഹുവിനെ കുറിച്ച് ഓർക്കാതെ നിസ്കരിക്കുന്നവർ, അവർക്ക് ശിക്ഷയുണ്ടെന്നാണ്. പിന്നെ ഷർത്തും ഫർളും റുക്നും നിസ്കാരത്തിന്റെ സ്ട്രക്ചർ വളരെ മനോഹരമാണ്. മനസ്സുകൊണ്ട് പിശാച്ചിന്റെ ചിന്തകൾ ഇങ്ങനെ വരുമ്പോ പിശാച്ചിന്റെ ചിന്തകളെ തട്ടിമാറ്റുക മാത്രമാണ് ചെയ്യുന്നത്. നല്ലത് ചിന്തിക്കാൻ നേരം കിട്ടുന്നില്ല. പിശാച്ചിന്റെ ചിന്തകൾ. അല്ലാഹുവിലേക്ക് അടുക്കുന്ന നിസ്കാരക്കാരൻ ആരാണ്? ഹൃദയം കൊണ്ട്, ഖൽബ് കൊണ്ട് അല്ലാഹുവിനെ കുറിച്ച് മാത്രം, ആ ഖൽബിൽ മലീഉൻ ബിമഹബ്ബതിഹി വഅളമതിഹി, അല്ലാഹുവിന്റെ മഹത്വവും അള്ളാഹുവിനോടുള്ള സ്നേഹവും നിറഞ്ഞ ഖൽബുമായിട്ട് റബ്ബിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുന്നവർ. വസ്വാസ് വരുന്നില്ല, ഖൽബ് നിറയെ അള്ളാഹുവിനോടുള്ള സ്നേഹമാണ്, അള്ളാഹുവിനോടുള്ള ബഹുമാനമാണ്. ഇത് രണ്ടും മനസ്സിൽ നിറയെ കൊണ്ടുവന്ന് നിസ്കരിക്കുന്ന ഒരാളുടെ നിസ്കാരം കൊണ്ട് അള്ളാഹുലേക്ക് അടുക്കാൻ പറ്റുള്ളൂ. മറ്റേതൊക്കെ കൂലി വാങ്ങിപ്പോരാ, അടുപ്പം കിട്ടൂല. മുഖറബുൻ ഇലൈ, അള്ളാഹുലേക്ക് അടുക്കണമെങ്കിൽ ഖൽബിൽ ഈ സ്നേഹം നിറയണമെന്നാണ് പറഞ്ഞത്. അള്ളാഹു നമ്മുടെ നിസ്കാരങ്ങളൊക്കെ സ്വീകരിക്കുന്നതാക്കി അള്ളാഹു മാറ്റിത്തരട്ടെ. ആകെ ഒരു 3 മിനിറ്റ്, മാക്സിമം 4 മിനിറ്റിൻ്റെ കഥയാണ് ഈ പറയണത്. ആ ഒരു 3-4 മിനിറ്റ് മുഴുവനായും ഖൽബ് കൊണ്ട് അള്ളാഹുവിനോടുള്ള സ്നേഹം കാണിച്ചുകൊണ്ട് നിസ്കരിക്കുകയാണ്. അത് വലിയ പ്രയാസമായിരിക്കും അല്ലേ? അരമണിക്കൂർ 1 മണിക്കൂർ യോഗാഭ്യാസം ചെയ്യുന്നവന് ഒരു കോൺസെൻട്രേഷൻ ഒരു കുഴപ്പം വരുന്നില്ല. നിസ്കാരം ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് നിസ്കരിക്കുമ്പോഴേക്കും മനസ്സ് എവിടേക്കോ പോയിട്ട് വരാം. അതുവരെ പോകാത്തിടത്തൊക്കെ ആ സമയത്ത് പോകും. ഇബ്ലീസ് ഉണ്ടെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവതാണെന്നാണ്.
കാരണം വേറെ ഒരു വിഷയത്തിലും കോൺസെൻട്രേഷന് ബുദ്ധിമുട്ടില്ല, നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ മാത്രമേ ഇത് വരുള്ളൂ. യാ അല്ലാഹ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യനബി തങ്ങളെ പരിശുദ്ധമായ ഉഹദ് ഹാദാ ജബലുൻ യുഹിബ്ബുനാ വനുഹിബ്ബുഹു, ഈ ജബലിനോട് നമുക്ക് സ്നേഹമാണ്, ആ ജബലിന് നമ്മളോടും സ്നേഹമാണ് എന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊരു മനോഹരമാണത്! പുണ്യനബി എന്തിനെയൊക്കെ സ്നേഹിച്ചുവോ അതിനോടുള്ള സ്നേഹം. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മദീനയിലെ ഒരു നെയ്ത്തുകാരൻ, ഒരു ഖയ്യാത്ത്, ടൈലർ, ഹബീബായ നബി തങ്ങളെ ദഅാഹു ഇലാ തുആം, ആ മനുഷ്യനുണ്ടാക്കിയ ഭക്ഷണം പുണ്യനബിയെ കഴിപ്പിക്കാൻ ഹബീബിനെ ക്ഷണിച്ചു വീട്ടിലേക്ക്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വീട്ടിലേക്ക് പോവുകയാണ്. അനസ് തങ്ങൾ പറയുന്നു, ആ മനുഷ്യനുണ്ടാക്കിയ ഭക്ഷണത്തിൽ ദുബ്ബാ എന്ന് പറഞ്ഞാൽ മത്തൻ എന്ന് പറയും, ചൊരങ്ങാന്നും പറയും. വലിയ പ്രയാസമുണ്ട്. കാസർഗോട്ടേര് മലപ്പുറത്ത് പറയുന്ന ചുരങ്ങക്ക് മത്തങ്ങ എന്ന് പറയും, അവിടുത്തെ മത്തങ്ങയ്ക്ക് ഒരു ചുരങ്ങാന്നും പറയും. മത്തനാവാനാണ് സാധ്യത കൂടുതൽ എന്ന് പറയാം. കാരണം അല്പം ഉണങ്ങിയിട്ടും കാത്തു സൂക്ഷിക്കാൻ പറ്റുന്ന ആ നാടുകളിൽ ലഭ്യമാകാമായിരുന്ന ഒരു സംഭവം അതാണ്. ചുരങ്ങ ഒരു പക്ഷേ ഉണങ്ങിക്കഴിഞ്ഞാൽ അത് കറി വെക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. നേരെ വെച്ച് മത്തൻ കുറച്ചുകൂടെ ഉണങ്ങിയാലും നിൽക്കാൻ, ഇത് രണ്ടിനും ദുബ്ബ എന്ന് പറയും. സാമര കൂടെ ഉണ്ട് തിരുത്തണം. ചുരങ്ങയ്ക്കും മത്തനും പറയും, പംകിനും പിന്നെ ചുരങ്ങയ്ക്ക് എന്താ പറയുക എനിക്കറിയാം. ഇത് രണ്ടിനും ദുബ്ബ എന്ന് പറയും. അനസ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്, ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഹബീബായ നബി തങ്ങൾ ആ മത്തൻ്റെയോ ചുരങ്ങയുടെയോ അതിൻ്റെ അംശങ്ങൾ ഇങ്ങനെ നോക്കി കഴിക്കുന്നത് ഞാൻ കണ്ടു. അവിടെ മുതൽ എനിക്കത് ഇഷ്ടമായി, പിന്നെ ഞാനത് ഇഷ്ടപ്പെട്ടു എന്ന് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു. ഇമാം തുർമുദി തങ്ങളുടെ റിവായത്തുണ്ട്, ചെറിയ ദുഅഫുണ്ട് എന്നൊക്കെ പറയാറുണ്ട്, എന്നാലും അത് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസാണ്. മത്തൻ്റെ വള്ളി കാണുമ്പോൾ ആ വള്ളി പിടിച്ചുകൊണ്ട് അനസ് എന്നവർ പറയുന്നുണ്ട്, എൻ്റെ ഹബീബ് കഴിച്ച ഭക്ഷണമാണ് വള്ളി നിന്നിലുണ്ടാകുന്നത്, എൻ്റെ ഹബീബിന് ഇഷ്ടമുള്ളതായിരുന്നു എന്ന് പറഞ്ഞ് ആ മത്തങ്ങയുടെയോ ചൊരങ്ങയുടെയോ ആ വള്ളി പിടിച്ച് അനസ് റളിയല്ലാഹു അൻഹു ആ സ്നേഹം ഓർത്തെടുക്കുന്നുണ്ട്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അവിടെ മുതൽ എനിക്കത് ഇഷ്ടമായി എന്ന്. എന്തേ? അത് ഹബീബിൻ്റെ ഇഷ്ടമാണ്. ഹാദിഹി ത്വാബ, ഇത് മദീനയാണ്. വഹാദാ ജബലുൻ യുഹിബ്ബുനാ വനുഹിബ്ബുഹു, ഈ പർവ്വതം ജബൽ ഉഹദ് നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, നാം ഉഹദിനെയും സ്നേഹിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഴ തിമർത്ത് പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നബിയെ ഞങ്ങൾക്ക് മഴ മതി എന്ന് മദീന പള്ളിയിൽ ഹബീബാ നബി തങ്ങൾ ഖുത്ബയോതുമ്പോൾ തങ്ങളോട് ദുആ ചെയ്യാൻ പറഞ്ഞ ഒരു സ്വഹാബി, തങ്ങളോട് വന്ന് പരാതി പറഞ്ഞ സ്വഹാബി അവിടുത്തെ പരിശുദ്ധമായ വിരലുകൊണ്ട് اللهم حوالينا ولا علينا اللهم على الأكام والجبال والضراب والأودية ومنابت الشجر എന്ന് പരിശുദ്ധമായ ഹബീബിന്റെ സബ്ബാബത്ത് കൊണ്ട് ആകാശത്തേക്ക് വിരൽ ചൂണ്ടുന്നു. അവിടെ ഒരു വട്ടം വരയ്ക്കുന്നു. ആ മേഘങ്ങൾ ചിന്നിച്ചിതറി പോകുന്നു, അങ്ങ് നിഷ്പ്രഭമാകുന്നു, കാണാതെയാകുന്നു. മദീനയിൽ പിന്നെ മഴ നിൽക്കുന്നു. മദീനയുടെ പരിസരത്ത് ഈ സുഹാബിയുടെ നാട്ടിൽ പിന്നെ മഴയില്ല. വേണ്ടെന്ന് പറഞ്ഞപ്പോൾ, അത് നിർത്തിവെക്കാനും മഴ വേണമെന്ന് പറഞ്ഞപ്പോൾ, അല്ലാഹുമ്മ അഗ്സിനാ റബ്ബേ ഞങ്ങൾക്ക് മഴ വേണമെന്ന് ആ പരിശുദ്ധമായ വിരലുകൾ ആകാശത്തേക്ക് ഉയർത്തി ചോദിച്ചപ്പോൾ മേഘങ്ങൾ വന്നതും വമാ ഫിസ് സമാഇ ഖുസ്അതു സഹാബിൻ, ഒരു മേഘത്തിന്റെ ഒരു പടലം പോലും ആകാശത്തില്ലായിരുന്നു. ഹബീബ് ദുആ ചെയ്തപ്പോഴാണ് ഇത് കിട്ടിയത് എന്നും സുഹാബിമാർ. ഞങ്ങൾക്ക് ചന്ദ്രനെ പിളർത്തി കാണിച്ചു തരണം, എങ്കിലേ വിശ്വസിക്കൂ എന്ന് പുണ്യനബി തങ്ങളോട് മുഅ്ജിസ് ആവശ്യപ്പെട്ടപ്പോൾ ഹബീബിന്റെ പുണ്യവിരലുകൊണ്ട് റബ്ബേ ഈ ചന്ദ്രൻ രണ്ട് പിളർപ്പാക്കി മാറ്റിത്തരണമെന്ന് പറഞ്ഞ ആ സംഭവത്തിൽ പുണ്യനബി തങ്ങൾക്ക് വേണ്ടി ആ ചന്ദ്രൻ രണ്ട് പിളർപ്പായി മാറിയത്. പ്രപഞ്ചത്തിലെ ഓരോന്നും ഹബീബിന് വഴങ്ങിക്കൊടുക്കുന്ന വിധം അല്ലാഹു ഹബീബിന്റെ മഹത്വവും അദമത്തും നമുക്ക് കാണിച്ചു തരികയാണ്.
വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. മുഅ്മിനീങ്ങൾ അങ്ങനെയാണ്, ഉലമാ അങ്ങനെയാണ്, സാദാത്യങ്ങൾ അങ്ങനെയാണ്. ഹബീബായ പുണ്യനിബിതങ്ങളിൽ നിന്നും കിട്ടുന്ന ഒരു റഹ്മത്തുണ്ട്. അവരെ റഹ്മത്ത് കൊണ്ടാണ് നടക്കുന്നത്. ഭൂമിയിൽ ആസകലം റഹ്മത്ത്. ഔലിയാക്കന്മാർ ഖൽബിൽ റഹ്മത്ത് നിറച്ച് നടന്നവരാണ്. എല്ലാവരോടും ഹാദാ ഖൽഖുല്ലാഹ്. അവരുടെ മനസ്സിൽ അങ്ങനെ വരൂ, ഇതൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളല്ലേ. ഏത് ജാതിയാണെങ്കിലും മനുഷ്യൻ അള്ളാന്റെ ഖൽഖല്ലയോ, ജന്തുജാലങ്ങൾ അള്ളാന്റെ ഖൽഖല്ലേ. പുണ്യനിബിതങ്ങളാണ് അതിന് കാരണം. അള്ളാഹു ഹബീബിനെ പറഞ്ഞയച്ചത് അർറഹ്മത്തുൽ മുഹ്ദാ, ലോകത്തിന് നൽകപ്പെട്ട ഓശാരമായി ഔദാര്യമായി അള്ളാഹു ലോകത്തിന് നൽകുന്ന അള്ളാഹുവിൻ്റെ മുത്തലഖൻ റഹ്മത്താണ് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റഹ്മത്ത് നമുക്ക് ശരീഅത്തിന്റെ നിയമങ്ങളിൽ പോലും റഹ്മത്താണെന്നാണ് പുണ്യനബി ഞങ്ങൾ പറഞ്ഞ അവാമിറുകളും നഹിയുകളും, ചെയ്യണം എന്ന് പറഞ്ഞതും ചെയ്യരുത് എന്ന് പറഞ്ഞതും, നിരോധനകളും കൽപ്പനകളും അതിലുപോലും റഹ്മത്താണ്. എല്ലാറ്റിലും റഹ്മത്ത്. ആ റഹ്മത്ത് കൊണ്ട് ഹബീബായ നിബിതങ്ങൾ അങ്ങ് ലോകത്തെ ആവരണം ചെയ്യുകയാണ് ചെയ്തത്. ആ സ്നേഹത്തെ ഒന്നുകൂടെ നമ്മൾ മനസ്സുകളിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നൊരു മുഹൂർത്തമാണിത്. സ്നേഹം, പുണ്യനബിയോടുള്ള അദമ്യമായ മഹബ്ബത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ഓർക്കാനുള്ളത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ്. സിദ്ദീഖ് എന്നവരെ കഴിച്ചിട്ടല്ലേ ബാക്കി ഹബീബിൻ്റെ സ്വാഹിബുഹു ഫിൽ ഗാർ. അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം. إلا تنصروه فقد نصره الله إذ أخرجه الذين كفروا ثاني اثنين إذ هما في الغار إذ يقول لصاحبه لا تحزن إن الله معنا فأنزل الله سكينته عليه وأيده بجنود لم تروها وجعل كلمة الذين كفروا السفلى وكلمة الله هي العليا. പേടിച്ചു നിൽക്കുന്ന ഒരു മുഹൂർത്തം. ഒരു ഗുഹക്കകത്ത് കഷ്ടിച്ച് രണ്ടുപേർക്ക് ഇരിക്കാൻ കഴിയുന്ന ഒരു ഗുഹക്കുള്ളിൽ ശത്രുക്കളുടെ നിരന്തരമായ അന്വേഷണങ്ങൾ, പുണ്യനിബിതങ്ങളെയും സിദ്ദീഖെന്നവരെയും അന്വേഷിച്ചു കൊണ്ടുള്ള വരവ് സൗർ ഗുഹയുടെ മുമ്പിൽ വരെ എത്തി നിന്നപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് തങ്ങളോട് പറഞ്ഞത്. തങ്ങൾ പേടിച്ചതല്ല, സിദ്ദീഖ് എന്നവർക്ക് ഭയം വന്നു. നബിയേ, കാല് നോക്കൂ നബിയെ, അവരുടെ കാലുകളാണത്. നമ്മൾ അന്വേഷിച്ചു വന്നവരെ അവരെങ്ങാനും കാലിന്റെ ഭാഗത്തേക്ക്, താഴ്ഭാഗത്തേക്ക് നോക്കിയാൽ നമ്മളവർ കാണുമല്ലോ. പേടിക്കുമ്പോൾ മിണ്ടാണ്ടിരിക്കല്ലേ ചെയ്യാ. തങ്ങളവിടുന്ന് സംസാരിച്ചു. സിദ്ദീഖേ, മാ ളന്നുക ബിസ്നൈൻ അല്ലാഹു സാലിസുഹുമാ. നമ്മൾ രണ്ടുപേരും മാത്രമാണ് ഇവിടെ എന്ന് തോന്നുന്നുണ്ടോ? നമ്മളുടെ കൂടെ മൂന്നാമനായി അള്ളാഹു ഇല്ലേ സിദ്ദീഖേ? പിന്നെ എന്തിനാ പേടിക്കുന്നത്? ലാ തഹ്സൻ, ദുഃഖിക്കരുത്, സങ്കടപ്പെടരുത്. ലാ തഹ്സൻ. മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ വരുന്ന ഒരു കാലഘട്ടമാണിത്. ഈമാൻ അനുസരിച്ച് ജീവിക്കുന്നത് ഒരു കനൽ കയ്യിൽ പിടിച്ച പോലെ ഉണ്ടാകും എന്നാണ് നബി തങ്ങൾ പറഞ്ഞു. സ്വല്ലല്ലാഹു ഖൽഖാബിദ് അലൽ ജംർ. തീക്കല്ലാരി കൈ പിടിച്ചിരിക്കും, അതിട്ട് ഓടൂലേ എന്ന പോലെ പെൺകുട്ടികൾ ഹിജാബ് അഴിച്ചു ഓടിത്തുടങ്ങും. ആൺകുട്ടികൾ നിസ്കാരം താഴെ വെച്ച് ഓടിത്തുടങ്ങും. ഇസ്ലാമിൻ്റെ ഷിആറുകൾ താഴെ വെച്ച് തുടങ്ങും. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലേക്ക് കാലം നീങ്ങുമെന്ന് നബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു ഈ ദീനിൻ്റെ സംരക്ഷണത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ പങ്ക് നിർവഹിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. ഒന്നുമില്ല, കൂടെ നിൽക്കുന്ന ഒരാളോടൊരു നല്ലത് പറഞ്ഞു കൊടുക്കേ, ഒരു നല്ല കാര്യം അവർക്കൊന്ന് ഫോർവേഡ് ചെയ്യേ, ഒരു നല്ലതിലേക്ക് അവരെ ക്ഷണിക്കുകയോ ചെയ്തെങ്കിൽ പോലും അത് മതി.
ഇൻഷാ അല്ലാഹ് ആ മനുഷ്യന്റെ മനസ്സിൽ ഒരു ചെറിയ ചലനം നന്മയുടെ ഭാഗത്തേക്കുണ്ടെങ്കിൽ അതിന് അല്ലാഹു കൂലി തരും. കൽ ഖാബിൽ അലൽ ജം, പരീക്ഷണങ്ങൾ അണമുറിയാതെ വരും, ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന്, അത് തീരുമ്പോഴേക്കും അടുത്തത്, ഇങ്ങനെ വരുന്നൊരു കാലഘട്ടമാണ്. എന്തു വേണം? ഓർമ്മ വേണം. ലാ തഹ്സൻ, ദുഃഖിക്കേണ്ട സിദ്ദീഖേ, സങ്കടപ്പെടരുത് സിദ്ദീഖേ, ദുഃഖിക്കരുത്. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, അല്ലാഹു നമ്മളോടൊപ്പമുണ്ട് സിദ്ദീഖേ. പിന്നെ എന്തിനാണ് പേടിക്കുന്നത്? ഈ ബോധം നമ്മുടെ ഖൽബിൽ കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ? നമ്മളാകെ നോക്കുക, ആ പാർട്ടി പോയാൽ നന്നാവോ, ശരിയാവോ, ഈ പാർട്ടിക്കാരെ നമ്മളെ സംരക്ഷിക്കോ, ഈ പാർട്ടിക്കാരെ നമ്മളെ നോക്കോ? അള്ളാഹുവിൻ്റെ ഹദ്റത്തിലേക്ക് നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഇന്നല്ലാഹ മഅനാ, ഈ പാർട്ടിക്കാരെയും അതിൻ്റെ മെമ്പർമാരും ഒക്കെ നിയന്ത്രിക്കുന്നത് മേലെന്നാണ്. പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്. എല്ലാ ഖൽഖും അള്ളാഹുവിൻ്റെതാണ്. അവിടെ ആ ഒരു ഹെഡ് ഓഫീസിലേക്ക് നമ്മുടെ ഖൽബ് കൊടുക്കാൻ പറ്റിയാൽ, പുണ്യനിബിതങ്ങൾ അങ്ങേയറ്റത്തൊരു മഹബത്തിന്റെ, അനുരാഗത്തിന്റെ, സ്നേഹത്തിന്റെ വലിയൊരു വിളംബരം നടക്കുന്ന ഒരു മുഹൂർത്തമാണ് ഗാർ സൗറിൻ്റേത്. സിദ്ദീഖ് എന്നവർ പുണ്യനബിയെ റളിയല്ലാഹു അൻഹു, ഹബീബായ തങ്ങളെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ നോക്കിയിട്ടാണ് ആ ഗുഹയിൽ ഇരുത്തിയത് നമുക്കറിയില്ലേ? അപ്പൊ നമ്മുടെ ഖൽബിൽ ഈ ചിന്ത വേണം. ലാ തഹ്സൻ, ദുഃഖിക്കണ്ട. ഇന്നല്ലാഹ മഅനാ, അല്ലാഹു നമ്മളോടൊപ്പമുണ്ട്. ثاني اثنين إذ هما في الغار إذ يقول لصاحبه لا تحزن إن الله معنا. വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിൽ ഈ വിഷയം പറയാണ്. പുണ്യനബി തങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്, സിദ്ദീഖ് എന്നവരെ, എന്തിനാ നിങ്ങൾ ഈ പേടിക്കുന്നത്? ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, അല്ലാഹു നമ്മോടൊപ്പമുണ്ട്. ഈ ഉമ്മത്തിന് പുണ്യനബി നൽകിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദഅവത്തിന്റെ ഏറ്റവും വലിയ മഹത്വം അതാണ്. ആത്മധൈര്യം നബി തങ്ങൾ നമുക്ക് തന്നു. എവിടെയും നമുക്ക് ജീവിക്കാം, ആരെയും ഭയപ്പെടേണ്ടതില്ല. നല്ല മനുഷ്യരായി, നല്ല ചിന്തയിൽ ഹബീബിനെ അനുകരിച്ച് ജീവിക്കുന്ന ഒരു മുഅ്മിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഫശഹാദത്തുൻ ഫീ സബീലില്ലാഹ്, ഇല്ലേ, അല്ലാഹുവിലേക്ക് നന്മയാർന്ന ഒരു ഖാത്തിമത്തിലൂടെ കടന്നു പോകാം, അല്ലെങ്കിൽ ഒരു ഷഹാദത്തിലൂടെ കടന്നു പോകാം. ഇത് രണ്ടുമല്ലാതെ, രണ്ടും ഏറ്റവും നല്ല കാര്യങ്ങൾ. ഇതല്ലാതെ എന്താ മുഅ്മിന് വരാൻ പോകുന്നത്? പിന്നെന്തിനാ പേടിക്കുന്നത്? ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, പേടിക്കേണ്ട സിദ്ദീഖേ, അല്ലാഹു നമ്മളോടൊപ്പമുണ്ട്. സങ്കടപ്പെടരുത്. മദീനയിലേക്ക് ഹബീബായ തങ്ങൾ ഒളിച്ചും പാർത്തും പോകുന്ന നേരം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്നേഹം ഹബീബായ നബി തങ്ങൾ കണ്ടു. ചിലപ്പോൾ സിദ്ദീഖ് എന്നവർ ഹബീബിന്റെ മുമ്പിൽ, ചിലപ്പോൾ ബാക്കില്, പിന്നെ വലതുഭാഗത്ത് കാണും, പിന്നെ കാണും ഇടതുഭാഗത്ത്. അപ്പൊ തങ്ങൾ ചോദിച്ചു, സിദ്ദീഖ് എന്നവരെ, നിങ്ങൾ എന്താണ് ചില നേരത്ത് എൻ്റെ വലത്ത്, ചിലത്ത് എൻ്റെ മുമ്പിൽ, ചിലപ്പോൾ എൻ്റെ ബാക്കില്, എന്താ നിങ്ങൾ മാറി മാറി പൊസിഷൻ എന്തേ മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ, യാ നബി അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയെ പാത്തിരിക്കുന്ന ശത്രുക്കളെങ്ങാനും മുമ്പിലുണ്ടോ എന്ന് എനിക്ക് ഓർമ്മ വരും. അപ്പൊ ഞാൻ അങ്ങയുടെ മുമ്പിൽ നടക്കും. അങ്ങയെ അന്വേഷിച്ചു വരുന്ന മക്കക്കാർ പിന്നിന്ന് വരുമോ എന്ന് എനിക്ക് ഓർമ്മ വരുമ്പോൾ ഞാൻ പിന്നിൽ വരും. പിന്നെ വലതുഭാഗത്തോ ഇടതുഭാഗത്തോ ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കള് എവിടെന്നെങ്കിലും കടന്നു വരുമോ എന്ന്, ഗ്രാമങ്ങളുണ്ട് പോകുന്ന വഴികളിൽ, അങ്ങേക്ക് ഉപദ്രവം വരുമോ എന്ന് ആലോചിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സൈഡുകൾ ഓരോന്നും അങ്ങയുടെ പല വശങ്ങളിൽ നിൽക്കുന്നത് നബിയേ, അങ്ങേക്കൊന്നും സംഭവിക്കാതിരിക്കാനാണ്. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. തങ്ങൾ പറയുമായിരുന്നു, എനിക്ക് ഉപകാരം ചെയ്തു തന്ന ഒരുപാട് ആളുകളുണ്ട്, അവർക്കൊക്കെ ഞാൻ തിരിച്ചുപകാരം ചെയ്തു കൊടുത്തിട്ടുണ്ട്.
എനിക്ക് വേണ്ട വിധം തിരിച്ചു കൊടുക്കാൻ കഴിയാത്ത ഒരാളേ ഉള്ളൂ, അത് സിദ്ദീഖാൻ. ലാ യുകാഫിഉക അലൈഹാ ഇല്ലല്ലാഹ്. സിദ്ദീഖേ, അതിന് മറുപടി, അതിന് പകരം അല്ലാഹുവിനെ തരാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് സിദ്ദീഖ് തങ്ങളുടെ വീട്ടിൽ നിന്ന് വരുന്ന വഴിക്കുള്ള വാതിൽ ഇല്ലാ ഖൗഖത്തു അബീ ബക്രിൻ, അത് മാത്രം തുറന്നു വെച്ചാൽ മതി. മദീന പള്ളിയുടെ ബാക്കി എല്ലാ വാതിലുകളും അടച്ചേക്കണം എന്ന് പുണ്യനബി തങ്ങൾ പറയുമ്പോഴും സ്നേഹം കൊണ്ട് ഹബീബിന്റെ കൂടെ നിന്ന് സിദ്ദീഖ് എന്നവരെ പുണ്യനബി തങ്ങൾ ഓർക്കുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലഖറാബതുഹു, പുണ്യനബി തങ്ങളുടെ കുടുംബബന്ധം, ഹബീബായ നബി തങ്ങളുടെ കുടുംബം, ആ കുടുംബമാണ് എൻ്റെ കുടുംബത്തെക്കാളും എനിക്ക് വലുത് എന്ന് പറഞ്ഞത് സിദ്ദീഖ് തങ്ങളാണ് റളിയല്ലാഹു അൻഹു. ഇസ്ലാമുൽ അബ്ബാസ്, അബ്ബാസ് എന്നവർ മുസ്ലിമാകുന്നതാണ് എൻ്റെ വാപ്പ മുസ്ലിമാകുന്നതിനേക്കാളും എനിക്ക് ഇഷ്ടമായത് എന്ന് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു. ഉമർ എന്നവരും സമാനമായ വാക്കുകൾ ഉദ്ധരിക്കുന്നുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട നബി തങ്ങളുടെ എളാപ്പയായ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്ന രംഗം, എൻ്റെ വാപ്പ ഖത്താബ് എന്നവരെ ഇസ്ലാം സ്വീകരിക്കുന്നതിനേക്കാളും എനിക്ക് വലുത് ഹബീബായ നബി തങ്ങളുടെ ബന്ധുവായ ഹബീബിന്റെ പിതൃ സഹോദരൻ അവർ ഇസ്ലാം സ്വീകരിക്കുന്നതാണ്. കാരണം അത് ഹബീബായ നബി തങ്ങൾക്ക് സന്തോഷമുണ്ടാക്കും. ആ സന്തോഷം എനിക്ക് കണ്ടാൽ മതി, അതാണ് എനിക്ക് വേണ്ടത്. അതുകൊണ്ട് അകലെയാണെങ്കിലും മദീനയിലാണെങ്കിലും ഖൽബ് കൊണ്ട് അവിടേക്ക് എത്താൻ നമുക്ക് ഇപ്പോഴും സാധിക്കും. അത് അല്ലാഹു ചെയ്ത വലിയൊരു അനുഗ്രഹമാണ്. അൻത മഅമൻ അഹ്ബബ്ത, നിങ്ങൾ ആരെ ഇഷ്ടപ്പെട്ടുവോ അവരോടൊപ്പമാണ് എന്ന് പറഞ്ഞ ഹദീസിനെ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മാ ഫരിഹനാ ബിശൈഇൻ ഫറഹനാ, ഞങ്ങൾ ആരുടെ കൂടെയാണോ നിങ്ങൾ സ്നേഹിക്കുന്നത്, ആരെയാണോ സ്നേഹിക്കുന്നത്, നിങ്ങൾ അവരോടൊപ്പമാണ് എന്ന് പറഞ്ഞ ആ ഒരു വാക്ക് ഈമാൻ ലഭിച്ചതിന് ശേഷം ഞങ്ങൾക്ക് ലഭിച്ച ഏറ്റവും സന്തോഷമുള്ള വാക്കാണ്. എന്നിട്ട് മഹാനായ അനസ് എന്നവർ പറയുന്നുണ്ട്, ഞങ്ങൾ അല്ലാഹുവിനെ സാക്ഷി നിർത്തി പറയാൻ ഞങ്ങൾക്ക് ഹബീബിനെ ഇഷ്ടമാണ്, സിദ്ദീഖ് എന്നവരെ ഇഷ്ടമാണ്, ഉമർ എന്നവരെ ഇഷ്ടമാണ്. അവരോടൊപ്പം അവരുടെ കർമ്മങ്ങളെ പോലെ ആവാനൊന്നും ഞങ്ങളെ കൊണ്ടായില്ലെങ്കിലും അവർ പോകുന്നിടത്ത് കൂടെ ഞങ്ങൾ പോകുമെന്നല്ലേ, ആ ഒരു പ്രതീക്ഷയിൽ ഞങ്ങൾ അവരെയൊക്കെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ മഹാന്മാരായ സ്വഹാബിമാർ. അതുകൊണ്ട് ഈ സ്നേഹം നഷ്ടമാവില്ല. പ്രേമവും വഴിവിട്ട ബന്ധങ്ങളുമൊക്കെ സുപരിചിതമാകുന്ന ഒരു ലോകത്ത് സോഷ്യൽ മീഡിയകളൊക്കെ, ഇൻസ്റ്റഗ്രാം അടക്കമുള്ള വേദികളൊക്കെ പ്രേമബന്ധങ്ങൾക്ക് വഴിയൊരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ സെൽഫോണുകൾ ഇങ്ങനെയൊക്കെ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വഴികളിലേക്ക് നമ്മുടെ ആ ഒരു ഏറ്റവും നല്ല മനുഷ്യ മനസ്സിൻ്റെ വികാരത്തെ പൈശാചികമായ ചെയ്തികളിലേക്ക് വലിച്ചഴിച്ച് കൊണ്ടുപോകപ്പെടുമ്പോൾ ആ സ്നേഹം മദീനയിലേക്ക് പുണ്യനിബിതങ്ങളെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച് ആ ഹബീബിനെ ഒന്ന് കാണണം, ഹബീബിന്റെ ഹദീസ് പഠിക്കണം, ഹബീബിന് ഇറങ്ങിയ പരിശുദ്ധമായ ഖുർആൻ ഓതണം, ഹബീബിന്റെ മേൽ സ്വലാത്തു ചൊല്ലണം, അവിടുന്ന് കൊണ്ടുതന്ന ചര്യകളെ പിൻപറ്റണം. അങ്ങനെ ഒരു സ്നേഹത്തിലേക്ക് നമ്മൾ അതിനെ ഡൈവേർട്ട് ചെയ്തിരുന്നുവെങ്കിൽ നമ്മുടെ ഹൃദയങ്ങളിൽ എത്ര വലിയ വെളിച്ചമുണ്ടാകുമായിരുന്നു. നമ്മുടെ സ്വഭാവങ്ങളും നമ്മുടെ രീതികളും നമ്മുടെ പ്രകൃതങ്ങളും എത്ര നന്നായി തീരുമായിരുന്നു. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ആ ഒരു സ്നേഹം അവിടേക്ക് കൊടുക്കേണ്ടതിൻ്റെ പകരം പിശാച്ച് തട്ടിയെടുക്കുകയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നഹ്നു ബനാതു മിൻ ബനിൻ നജ്ജാരി യാ ഹബ്ബദാ മുഹമ്മദും മിൻ ജാരി. പരിശുദ്ധമായ മദീനയിലേക്ക് പുണ്യനിബിതങ്ങൾ കടന്നു വരുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനക്കാർ ത്വലഅൽ ബദ്റു ചൊല്ലി ഹബീബിനെ സ്വീകരിച്ചല്ലോ. ഇന്നും ആ പാട്ട് കേൾക്കുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു സ്നേഹത്തിൻ്റെ തിരമാലകൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ അലയൊടിക്കുന്നത് കാണാൻ കഴിയുന്നു. ആലോചിച്ചു നോക്കൂ, നാട്ടിൽ നിന്ന് പുറത്താക്കുന്ന ചില ആളുകൾ, പുണ്യനബിയെ രണ്ട് കൈകളും നീട്ടി സ്വീകരിക്കുന്ന മദീനക്കാർ. തലഅൽ ബദ്റു അലൈനാ മിൻ സനിയാതിൽ വദാഇ
وجب الشكر علينا ما دعا لله داعي أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داعي. ആ വരവേൽപ്പ് കഴിഞ്ഞ് പുണ്യനബി തങ്ങൾ ബനു നജ്ജാർ ഗോത്രക്കാരുടെ വീടിനരികിലൂടെ നടന്നു പോകുമ്പോൾ കുറച്ച് പെൺകുട്ടികൾ വീടിൻ്റെ മുകളിൽ മട്ടുപ്പാവിൽ കയറി നിന്ന് ചൊല്ലുകയാണ്, നഹ്നു ബനാതു മിൻ ബനി നജ്ജാരി യാ ഹബ്ബദാ മുഹമ്മദുൻ മിൻ ജാരി. നബിയേ, ഞങ്ങൾ ബനു നജ്ജാറിലെ പെൺകുട്ടികളാണ്. പുണ്യ നബിയേ, അങ്ങ് ഞങ്ങളുടെ നാട്ടിൽ വന്നു, അങ്ങ് എത്ര നല്ല മഹാനാണ്. ഇതിങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. നഹ്നു ബനാതു മിൻ ബനി നജ്ജാരി യാ ഹബ്ബദാ മുഹമ്മദുൻ മിൻ ജാരി. ആ കവിതകൾ ഇങ്ങനെ പാടുമ്പോൾ ഇത് മദ്ഹാണ്. അതാണിപ്പോൾ മൗലിദ് കിതാബിൽ പറയുന്നതും നമ്മൾ ചൊല്ലുന്നതും റബീഉൽ അവ്വലും ഒക്കെ ഇതിൻ്റെ ആവർത്തനങ്ങളല്ലയോ. പുണ്യനബി ഞങ്ങളിത് കേൾക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബാ നബി തങ്ങൾ മേലോട്ട് തല ഉയർത്തിയിട്ട് ചോദിച്ചു, അതുഹ്ബിബ്നനി, പെൺകുട്ടികളെ നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമാണല്ലേ? അവർ പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, ഞങ്ങൾക്കങ്ങ് ഇഷ്ടമാണ് നബിയേ. അന്നേരം പുണ്യനബി അവർക്ക് മറുപടി കൊടുക്കാനും മറന്നില്ല. അന കദാലിക ഉഹിബ്ബുകുന്ന, അതുപോലെ എനിക്ക് മക്കളെ നിങ്ങളോടും സ്നേഹമാണ് എന്ന് ആ തിരക്കിനിടയിൽ ആ സ്നേഹത്തിന് മറുപടി കൊടുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്ത് ഒരു സ്നേഹത്തിന്റെ പാലം പണിയലാണെന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ടാണ് എൻ്റെ മേൽ ആരെങ്കിലും സ്വലാത്ത് ചൊല്ലിയാൽ ആ സ്വലാത്ത് എനിക്ക് എത്തിച്ചു തരുന്ന പ്രത്യേകമായ മലക്കുകളുണ്ടെന്നും ആരാണോ ചൊല്ലിയത് അവരുടെ മാതാപിതാക്കൾ ആരോ, അവരുടെ തറവാടേതോ നാടേതോ എന്ന് എനിക്ക് അല്ലാഹുവിൻ്റെ മലക്കുകൾ പറഞ്ഞു തരുന്നുണ്ടെന്നും അതിന് ഞാൻ മറുപടി പറയുമെന്നും നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മൊബൈൽ ടവറിലൂടെ കോടിക്കണക്കിന് കോളുകൾ, കണക്ഷനുകൾ ഇടം തെറ്റാതെ കടന്നു പോകാൻ കഴിയുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ സംവിധാനം, അള്ളാഹുവിൻ്റെ മലക്കുകളുടെ സംവിധാനത്തിലൂടെ പുണ്യനബി ഞങ്ങൾക്കത് അറിയിച്ചു കൊടുക്കാൻ അള്ളാഹുവിന് എന്ത് പ്രയാസമാണുള്ളത്. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ ഖൽബ് കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ അമല് അള്ളാഹുവിനെയും അവിടുത്തെ ഹബീബിനെയും ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും തന്നെയാണ്. മദീന പള്ളിയിൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബയോതുന്ന മിമ്പർ, ആ മിമ്പറിലെ മൂന്നാമത്തെ പടിയിൽ നിന്നുകൊണ്ടാണ് തങ്ങൾ ഖുതുബയോതിയിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിട പറഞ്ഞപ്പോൾ ഒന്നാമത്തെ ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറുകയാണ്. ത്വാലമാ ഖാമ ഫീഹി റസൂലുള്ളാഹ്, പുണ്യനബി എത്രയോ നിന്ന ആ ഒരു നിൽപ്പിലേക്ക്, ഇടത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ കഴിയാതെ ഒന്ന് കയറി രണ്ടാമത്തെ സ്റ്റെപ്പിൽ നിന്നു ശ്രദ്ധിക്കുന്നവരെ, മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് കയറി നിൽക്കുമ്പോ അത് ഹബീബ് നിന്ന സ്ഥലമല്ലയോ. ഇജ്ലാലൻ റസൂലില്ലാഹ്, ഹബീബായ നബി തങ്ങളോട് ബഹുമാനം കാണിച്ചുകൊണ്ട് തങ്ങൾ കാലുവെച്ചിടത്ത് കാലുവെക്കാതെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മിമ്പറിന്റെ രണ്ടാം പടിയിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്, സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഫീ മഖാമി ഹാദാ, ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് വെച്ച് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുതുബ തുടങ്ങാൻ പോവുകയാണ്. ഫഖനഖതുൽ അബ്റ, കണ്ണുനീര് വന്ന് സങ്കടം വന്ന് പറയാൻ കഴിഞ്ഞില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിർത്തിവെച്ചു. ഏതാനും സെക്കൻഡ് കഴിഞ്ഞ് വീണ്ടും പറഞ്ഞു, ഞാൻ നിൽക്കുന്ന ഇതേ മിമ്പറിൽ നിന്നുകൊണ്ടല്ലയോ പുണ്യനബി പറഞ്ഞത്,
ഞാൻ അവിടുന്ന് പറയുന്നത് കേട്ടിരുന്നു എന്ന് ഹബീബിന്റെ ഹദീസ് പറയാൻ പോകുമ്പോ വീണ്ടും തൊണ്ടയിൽ കുടുങ്ങുകയാണ്, സംസാരിക്കാൻ കഴിയുന്നില്ല. സങ്കടം കൊണ്ട്, കണ്ണുനീരുകൊണ്ട് തൊണ്ട ഇടറുകയാണ്. മൂന്നാമത്തെ തവണയും മഹാനവറുകൾ ഒരു വിധം പറഞ്ഞൊപ്പിച്ചു, ഇന്നല്ലാഹ മാ അഅതാ അഹദൻ ശൈഅൻ അഅളമ മിനൽ അഫ്വി വൽ ആഫിയ ഫസലൂഹല്ലാഹ അസ്സ വജൽ. അല്ലാഹു ഒരു മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ 2 സൗഭാഗ്യങ്ങളുണ്ട്. ഒന്ന് അൽ അഫ്വ്, അല്ലാഹു നൽകുന്ന മാപ്പാണ്. വൽ ആഫിയ, ഒരു മനുഷ്യന് ഫിത്നകളിൽ പെടാതിരിക്കാനുള്ള ഭാഗ്യം, ആരോഗ്യം. ആളുകളുടെ, ജനങ്ങളുടെ നാവിൽ നിന്ന് വരുന്ന ഫിത്നകൾ, മറ്റിടങ്ങളിൽ നിന്ന് വരുന്ന ഫിത്നകൾ, ദീനിലും വിശ്വാസങ്ങളിലും കർമ്മങ്ങളിലും വരുന്ന ഫിത്നകൾ, ആ ഫിത്നകളിൽ നിന്ന് അല്ലാഹു നൽകുന്ന മോചനത്തിന് ആഫിയത്ത് എന്ന് പറയും. ആഫിയത്ത് അല്ലാഹു നമുക്ക് നൽകട്ടെ. ശരീരത്തിൽ അല്ലാഹു ആഫിയത്ത് നൽകട്ടെ. അല്ലാഹു നമ്മുടെ ഉലമാഇനെ, സദാത്തിനെ, ദീനിന്റെ ഖാദിമീങ്ങൾക്ക് മുഴുവൻ അഫ്വ കൊണ്ടും ആഫിയത്ത് കൊണ്ടും അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഇന്നല്ലാഹ മാ അഅതാ അഹദൻ ശൈഅൻ അഅളമ മിനൽ അഫ്വി വൽ ആഫിയ ഫസലൂഹല്ലാഹ അസ്സ വജൽ. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കണേ, അഫ്വും ആഫിയത്തും ചോദിച്ചോളൂ. ഇത് പറഞ്ഞത് നബി തങ്ങളാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു ഹദീസ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പറയാൻ കഴിയാതെ തൊണ്ടയിടറി, പറയാൻ കഴിഞ്ഞില്ല എന്നാണ്. ഇത് നമ്മുടെ സലഫ് സ്വാലിഹീങ്ങളിൽ കാണുന്ന വലിയൊരു മഹത്വമാണ്. ഹദീസ് പറയുമ്പോൾ കണ്ടമിടറിപ്പോവുക, ഹദീസ് പറയുമ്പോൾ അവർ പേടിച്ചു പോവുക. ഇമാം മാലിക് എന്നവരുടെ ഉസ്താദാണ് മുഹമ്മദ് ബിൻ മുൻകദിർ റഹ്മത്തുള്ളാഹി തആല അലൈഹി. മാലിക് എന്നവർ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ള മഹാനാണ് അയ്യൂബ് സഖ്തിയാനി റഹ്മത്തുള്ളാഹി തആല അലൈഹി. അയ്യൂബ് സഖ്തിയാനി തങ്ങളെക്കുറിച്ച് മാ ഹദ്ദസ്തുകും അഹദൻ ഇല്ലാ വ അയ്യൂബ് സഖ്തിയാനി അഅളമു മിൻ. ഞാൻ നിങ്ങൾക്ക് ആരെക്കുറിച്ചെല്ലാം എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അയ്യൂബ് സഖ്തിയാനി അതിലും വലിയ മഹാനാണ് എന്ന് മഹാനായ മാലിക് എന്നവർ പറഞ്ഞിട്ടുണ്ട്. മാലിക് ഇബ്നു അനസ് റഹ്മത്തുള്ളാഹി മുഅത്തയുടെ മുസന്നിഫ് റഹ്മത്തുള്ളാഹി തആല അലൈഹി. എന്നിട്ട് മാലിക് എന്നവർ പറഞ്ഞ കാര്യം വളരെ ശ്രദ്ധയോടുകൂടെ മനസ്സിലാക്കുക. മാലിക് ഇമാം പറയാണ്, അയ്യൂബ് സഖ്തിയാനി വലിയ കറാമത്തുള്ള മഹാനാണ്. കൂടെ ഹജ്ജിന് വന്ന ആൾക്കാരോട് നേരിട്ട് ചോദിച്ചതാണ്, കറാമത്ത് എന്ന് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ചിലർ പറഞ്ഞിട്ടുണ്ട്, ചിലർ പറഞ്ഞു ഇല്ല. എന്നാൽ ഞാൻ ഇപ്പൊ കാണിച്ചു തരാന്ന് പറഞ്ഞു. മക്കയിലെത്തി. അവർ ദൂരെ നാട്ടിൽ നിന്ന് കടന്നു വരുന്ന യാത്രക്കാരാണ്. വെള്ളം വേണം. ഒരു പാറയിൽ, ഉണങ്ങിയ പാറയിൽ വിരൽ വെച്ചിട്ട് മഹാൻ കറാമത്ത് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഇതാ കണ്ടോളൂ, അല്ലാഹുവേ ഞങ്ങൾക്ക് വെള്ളം വേണം പടച്ചവനെ. വിരലെടുത്തു. ആ പാറയിൽ നിന്ന് വെള്ളം ഒഴുകി വന്നു. കൂടെയുള്ള മുഴുവൻ ആളുകൾ കുടിക്കാൻ വേണ്ടി പറഞ്ഞു. ഇതെന്ന് പറഞ്ഞാൽ ഡിങ്കം കഥ എന്ന് പറയും. മുഅ്മിനീങ്ങൾ കറാമത്ത് വിശ്വസിക്കുന്നവരാണ്. മുഅ്മിനീങ്ങൾ മുഅ്ജിസത്ത് വിശ്വസിക്കുന്നവരാണ്. ഇല്ലാത്തത് പറഞ്ഞാൽ പിന്നെ അത് പറഞ്ഞേക്കും. പക്ഷെ ഉള്ളതുപോലെ തന്നെ മനസ്സിലാക്കണം. മുഅ്ജിസത്തും കറാമത്തും ഈ ഉമ്മത്തിന് അല്ലാഹു മഹത്തുക്കളെ മനസ്സിലാക്കി തരാൻ തന്ന അലാമത്തുകളാണ്. കുടിച്ചോളൂ എന്ന് പറഞ്ഞു. എല്ലാവരും കുടിച്ചു. മഹാൻ പിന്നെ പറഞ്ഞു, പോരെ, എല്ലാവരും വെള്ളം എടുത്തില്ലേ, മതി. ഒന്നുകൂടെ വിരൽ വെച്ച് അവിടെ തന്നെ ആ വെള്ളം അവിടെ നിന്നു. എന്നിട്ട് പറഞ്ഞു, ഈ സംഭവം ഞാൻ മരിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ പറയാൻ പാടുള്ളൂ, ആരോടൊപ്പം പറയേണ്ടത്. ആ മഹാനാണ് അയ്യൂബ് സഖ്തിയാനി തങ്ങൾ. പക്ഷേ മഹാൻ ഹദീത്ത് പറയാറുണ്ട്. ആ ഹദീത്ത് ഇമാം മാലിക് എന്നവർ സ്വീകരിക്കുന്നതിന് എപ്പോഴാണെന്നറിയോ? മാലിക് എന്ന് പറയാം, ഞാൻ കേട്ടു, സമിഅ്തു അൻ അയ്യൂബ് സഖ്തിയാനി തങ്ങളെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അവരുടെ ഹദീത്ത് സ്വീകരിക്കണോ വേണ്ടേ എന്ന് എനിക്കവരൊന്ന് പരീക്ഷിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അവർ ഹജ്ജിന് വന്നു. ഞാനും വന്ന ഹജ്ജിനുണ്ട്. ഞാൻ അയ്യൂബ് സഖ്തിയാനിയെ ശ്രദ്ധിച്ചു നോക്കും. ഹജ്ജിന് ദൂരെ നിന്ന്, അൻബുഅദിൻ, മഹാൻ എന്നെ കാണുന്നില്ല, ഞാൻ ദൂരെയാണ്. ഞാൻ അയ്യൂബ് സഖ്തിയാനിയെ വീക്ഷിച്ചു നോക്കുമ്പോ ഞാൻ അവരിന്നൊരു സ്വഭാവം കണ്ടു. കുല്ലമാ ദുകിറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്ഹശ ബിൽ ബുകാ. പുണ്യനബി തങ്ങളുടെ പേര് പറയപ്പെടുമ്പോ മസ്ജിദുൽ നബവിയിൽ, മസ്ജിദുൽ ഹറാമിൽ, മക്കയിൽ
മസ്ജിദുൽ ഹറാമിൽ ഇരിക്കുന്ന മഹാനവറുകൾ, ചുറ്റുവട്ടത്തും ഇരിക്കുന്ന ഹദീസ് പണ്ഡിതന്മാർ ഹദീസ് ഉദ്ധരിക്കുമ്പോൾ ഖാല റസൂലുള്ളാഹി എന്ന് പറയുമ്പോഴേക്കും പൊട്ടിക്കരയും. ഹത്താ യർഹമഹുന്നാസ്, ആളുകൾ വന്ന് സമാധാനിപ്പിക്കണം, പിന്നെ അങ്ങനെ അങ്ങ് കരഞ്ഞു പോകും. അത്രക്ക് ഹബീബിന്റെ പേര് കേൾക്കുമ്പോഴേക്കും മനസ്സിൽ അണമുറിയാത്ത സ്നേഹമുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടതിന്റെ ശേഷമാണ് അയ്യൂബ് സഖ്തിയാനിയുടെ ഹദീസ് ഞാൻ ഫകതബതു അൻഹു, അവിടെ മുതലാണ് ഞാൻ അവരിൽ നിന്ന് ഹദീസ് സ്വീകരിച്ചത്. ആ ഹുബ്ബില്ലാതെ വെറുതെ അങ്ങനെ പറയുന്നു, അതൊന്നും എനിക്ക് വേണ്ട. ഹുബ്ബ് ഖൽബിലുണ്ട് എന്ന് ബോധ്യപ്പെട്ടപ്പോ അയ്യൂബ് സഖ്തിയാനിയുടെ ഹദീസ് വളരെ കുറഞ്ഞ റിവായത്തുകളേ ഉള്ളൂ, എന്നാലും ഞാനത് സ്വീകരിച്ചു. അയ്യൂബ് സഖ്തിയാനിയിൽ നിന്ന് ഹദീസ് സ്വീകരിക്കാൻ ഇമാം മാലിക് എന്നവർ കണ്ട നിബന്ധന മഹബ്ബത്തു റസൂലില്ലാ, ഹബീബായ നബി തങ്ങളോടുള്ള സ്നേഹം ഖൽബിലുണ്ട് എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ്. ഇമാം മാലിക് എന്നവർ അങ്ങനെയായിരുന്നു, ഹദീസ് ഓതുമ്പോൾ കരയും. അപ്പോൾ ശിഷ്യന്മാരൊക്കെ പറയും, ഉസ്താദ് നിങ്ങൾ എന്തിനായി കരയുന്നത്? അന്നേരം മാലിക് എന്നവർ പറഞ്ഞു, എൻ്റെ ഉസ്താദിനെ നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ, മഹാനായ അല്ലാമ മുഹമ്മദ് ബിൻ മുൻകദിർ റഹ്മത്തുള്ളാഹി തആല അലൈഹി, എൻ്റെ ഗുരുനാഥൻ ഹദീസ് പറയുമ്പോൾ ആ ഹദീസ് ഖാല റസൂലുള്ളാഹി എന്ന് പറയുമ്പോഴേക്കും പൊട്ടിക്കരഞ്ഞു വീഴാറുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊക്കെ താങ്ങി നിർത്താറാണ് മഹാനായ മുഹമ്മദ് മുൻകദിർ എന്നവരെ. ഞാൻ കണ്ടത് നിങ്ങൾ കണ്ടില്ലല്ലോ, അതുകൊണ്ടാണ് എൻ്റെ ഗുരുനാഥന്മാർ ഇതിലും വലിയ സ്നേഹം ഹബീബിനോട് കാണിച്ചവരായിരുന്നുവെന്ന് മഹാനായ മാലിക് ബിൻ അനസ് റഹ്മത്തുള്ളാഹി തആല അലൈഹി. യാ അല്ലാഹ്, അല്ലാഹു മഹബ്ബത്ത് ഖൽബിൽ നൽകട്ടെ. നമ്മൾ പറയുന്നതും ചിന്തിക്കുന്നതും കഴിഞ്ഞൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്യുന്നതും നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് കടഞ്ഞെടുക്കാനാണ്. അവിടങ്ങളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന പല മാലിന്യങ്ങളെയും ഒന്ന് എടുത്തു മാറ്റി തൽസ്ഥാനത്ത് ഹുബ്ബു റസൂലില്ലാഹ്, ഹബീബായ തങ്ങളോടുള്ള സ്നേഹം ഖൽബിൽ നിറച്ചു വെക്കാനാണ്. അല്ലാഹു അതിനെ തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ വഫാത്തിന് ശേഷം മദീന വിട്ട് ഷാമിൽ പോയ മഹാനാണ്. എന്തേ? അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. പുണ്യനബി തങ്ങൾ കിടക്കുന്ന ഇടം, അവിടെ പിന്നെ ഉറങ്ങാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല. ഹബീബിനെ മിസ് ചെയ്യുകയാണ്. അങ്ങനെ ഷാമിലേക്ക് പോയി, 1000 കിലോമീറ്റർ അപ്പുറത്തേക്ക് അവിടെ ചെന്ന് താമസമാക്കി. ഇടക്ക് മദീനയിൽ വരും. ഒരിക്കൽ പുണ്യനബിയെ സ്വപ്നം കണ്ടു വന്നിട്ടുണ്ട്, ചരിത്രം നിങ്ങൾക്കറിയാം. മാ ഹാദൽ ജഫാഉ യാ ബിലാൽ, ബിലാൽ എന്നവർ വാങ്ങി വിളിക്കുമ്പോ അഷ്ഹദു അന്ന മുഹമ്മദൻ, മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് മുഴുവൻ പറയാൻ കഴിയാതെ മഹാൻ തളർന്നു വീഴുമായിരുന്നു. ആ വാക്കുകൾക്കുള്ള ഒരു ബഹുമാനമാണത്. അതുകൊണ്ടാണ് പുണ്യനബിയെ പറയുമ്പോൾ ഈ പ്രവാചകൻ, അങ്ങനെ പ്രവാചകൻ എന്ന് പറഞ്ഞു പോവുക. ഒന്നുകിൽ പ്രവാചകർ സ്വല്ലല്ലാഹു, ഒരു സാന്നെങ്കിലും 2 ബ്രാക്കറ്റിലിടുക. പ്രവാചകൻ അങ്ങനെ പറഞ്ഞു. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ പ്രവചിക്കുന്നവർക്കൊക്കെ പ്രവാചകൻ എന്ന് പറയും. നമ്മുടെ നബി തങ്ങളെ നബി എന്ന വാക്കിനെ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തുമ്പോൾ അങ്ങനെ കിട്ടുന്നുള്ളൂ എന്ന് വിചാരിച്ചൊരു പ്രവാചകൻ എന്ന് പറയുമ്പോൾ അത് ഏറ്റവും വലിയ അനാദരവുള്ളൊരു പ്രയോഗമായി പോകും. പ്രവാചകർ സ്വല്ലല്ലാഹു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ ഒരു മുഅ്മിന് പറയാൻ കഴിയും. പള്ളിയിലൊക്കെ മിമ്പറുമൊക്കെ ഖുത്ബ ഓതുന്ന മനുഷ്യന്മാരുണ്ട്. പച്ച മലയാളത്തിൽ ഖുത്ബ ഓതിട്ട് പ്രവാചകൻ അങ്ങനെ പറഞ്ഞു. സിദ്ദീഖ്, ഉമർ, ആരാ ഇവരൊക്കെ? അശറത്തുൽ മുബശ്ശരീൻ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, സ്വഹാബത്തു റസൂലില്ലാഹ് റളിയല്ലാഹു അൻ കുല്ലി വാഹിദിൻ മിൻഹും അജ്മഈൻ. അവർക്ക് റളിയല്ലാഹു അൻഹു തർളിയത്ത് ചൊല്ലാതെ എങ്ങനെയാണ് ആ വാക്കുകൾ പറയാൻ കഴിയുന്നത്? സ്വലാത്ത് ചൊല്ലാതെ എങ്ങനെയാണ് ഹബീബിന്റെ പേര് പറയാൻ കഴിയുക? അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, സ്നേഹം വാക്കുകളിൽ മാത്രമുള്ളതല്ല. ലൗ കാന ഹുബ്ബുക സാദിഖൻ ലഅതഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. സ്നേഹം സത്യമായിരുന്നുവെങ്കിൽ, സ്നേഹിക്കുന്ന ഒരാൾ ആരെയാണോ സ്നേഹിക്കുന്നത് അവർക്ക് വഴിപ്പെടുന്നവനല്ലയോ? അങ്ങനെയാണെങ്കിൽ റസൂലുള്ളാഹി തങ്ങൾക്ക് ഇന്നത് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ ഖലാസ്, പിന്നെ ഇവിടെ വേറൊരു നെഗോസിയേഷൻ ഇല്ല. തങ്ങൾക്കിത് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് പേഴ്സണലി നമുക്ക് ഇഷ്ടമല്ലെങ്കിലും തങ്ങൾക്കത് ഇഷ്ടമാണ് എങ്കിൽ എനിക്കത് ഇഷ്ടമാണ്. അങ്ങനെയല്ലേ പറയാൻ കഴിയൂ? എന്താണോ ഹബീബിന് ഇഷ്ടമായത് അതിഷ്ടം.
ഇന്ന മിൻ അശദ്ദി ഉമ്മതി ലീ ഹുബ്ബാ, എന്നോട് ഏറ്റവും സ്നേഹമുള്ള ആളുകൾ എൻ്റെ ഉമ്മത്തിൽ വരാനുണ്ട്. യകൂനൂന ബഅദി, എൻ്റെ കാലശേഷം വരാൻ പോകുന്ന ഒരുപാട് മുഹിബ്ബീങ്ങൾ ഈ ഉമ്മത്തിന് വരാനുണ്ട്. തങ്ങൾ പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി പറയുന്ന ക്വാളിറ്റി നമ്മളിൽ ഉണ്ടോ എന്ന് നോക്കുക. യവദ്ദു അഹദുഹും, അവരോരോരുത്തരും കൊതിച്ചു പോകും. ലൗ യറാനി ബി അഹ്ലിഹി വമാലിഹി, സമ്പത്ത് ചെലവഴിച്ചാലോ മക്കളെ തന്നെ കൊടുത്താലോ അതിന് പകരം എന്നെ കാണാൻ പറ്റുമെങ്കിൽ എല്ലാം ത്യജിച്ച് എന്നെയൊന്ന് കാണാൻ കൊതിച്ചു പോകുന്ന ആളുകൾ എൻ്റെ ഉമ്മത്തിൽ വരാനുണ്ട്. അവരാണ് എന്നോട് ഏറ്റവും വലിയ ഹുബ്ബുള്ളവരെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ കാണണമെന്ന് ഖൽബ് കൊണ്ട് കൊതിയുണ്ടാ. സമ്പത്ത് കൊടുത്തിട്ടോ മക്കളെ കൊടുത്തിട്ടോ കുടുംബം ഏൽപ്പിച്ചിട്ടോ അതിന് പകരം തങ്ങട്ടെ അമ്മാവന്റെ കൽബിലൊന്ന് ഈമാൻ ഉണ്ടാവട്ടെ, അമ്മാവന്റെ കൽബിലൊന്ന് ഈമാൻ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ച് 2-3 കൊല്ലം ആ കരിമ്പടം കൊടുത്തപ്പോ പകുതി മുറിച്ചിട്ട് ഒന്ന് അരയിൽ ചുറ്റി ഒന്ന് തോളിൽ ഇടുകയും ചെയ്തു. കുപ്പായൊന്നുമില്ല. ആ കരിമ്പടം പുതച്ചുകൊണ്ട് മദീനത്തേക്ക് പോയി. ഉടുത്തത് മുഴുവൻ കൊടുത്തു അമ്മാവന്, എല്ലാം വെച്ചു കൊടുത്തു. അവിടെ 5 ഫിൽസ് കയ്യിലില്ലാതെ മദീനത്തേക്ക് രാത്രിക്ക് രാത്രി യാത്ര ചെയ്തു. മദീന പള്ളി അന്ന് രാത്രിയാണപ്പോ ആരുമില്ല. മദീന പള്ളിയുടെ ഒരു മൂലയിൽ പോയി ഒന്ന് കിടന്നു മഹാനായ ഈ സ്വഹാബി. ചെറുപ്പക്കാരനായിരുന്നു. രാവിലെ നേരം വെളുത്തപ്പോ ഈ സ്വഹാബിയെ കണ്ടു നബി തങ്ങൾ. സ്വഹാബത്തിനിടയിൽ ചോദിച്ചു, നിങ്ങളുടെ പേരെന്താണ്? പേരുനാടൊക്കെ പറഞ്ഞു കൊടുത്തു. തങ്ങൾക്ക് വല്ലാത്ത വേദന തോന്നി. തങ്ങൾ പറഞ്ഞു, അൻത അബ്ദുല്ലാഹി ദുൽ ബജാദൈൻ. ഇനി നിങ്ങളുടെ പേര് അബ്ദുല്ലാഹി ദുൽ ബജാദൈൻ. ദുൽ ബജാദൈൻ എന്നാണ് നിങ്ങളുടെ പേര് എന്ന് പറഞ്ഞു. യാ അല്ലാഹ്, ദുൽ ബജാദൈൻ 2 കരിമ്പടം കഷ്ണം പുതച്ച ആള്. എന്നിട്ട് പറഞ്ഞു, എന്റെ അരികത്തേക്ക് വരണം. ഉഖ്രിമുക മഅ അദ്യാഫി, എന്റെ അതിഥികൾ വരുമ്പോ ആ അതിഥികളോടുകൂടെ ഞാൻ അങ്ങയെയും സൽക്കരിക്കും, സ്വീകരിക്കും. അതുകൊണ്ട് മാറി നിൽക്കരുത് കേട്ടോ, എന്റെ കൂടെ നിൽക്കണേ. നിങ്ങൾക്ക് നല്ലൊരു വസ്ത്രമില്ലെന്ന് വിചാരിച്ച് മാറി നിൽക്കരുത്.